എനിക്കിഷ്ടമല്ല. ഞാൻ ചിലപ്പോ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാലും അവരെ കച്ചവടം പോലെ കുറച്ചൊന്ന് ഇളക്കിയിട്ട് അയ്യോ എല്ലാം കൂടി പ്ലേറ്റ് ഇളക്കരുത്. കുറച്ചപ്പുറത്തേക്ക് കുറച്ചപ്പുറത്തേക്ക് അവന് ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നുന്നു. അത് വേറൊന്നുമല്ല കേട്ടോ, മട്ടൻ സൂപ്പാണ്. അരുണേട്ടൻ ഓർഡർ ചെയ്താണ്. ഞങ്ങളങ്ങനെയാണ്, പല സാധനങ്ങൾ വേറെ വേറെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂട്ടത്തിലുള്ള എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കും. അപ്പം അരുണേട്ടൻ മട്ടൻ സൂപ്പ് ഓർഡർ ചെയ്ത സമയത്ത് ഞാനും റോഷനും ഇതുവരെ മട്ടൻ ട്രൈ ചെയ്തിട്ടില്ല. ഞങ്ങൾ രണ്ടാളും മട്ടൻ ഫാൻസ് അല്ല. സോ ട്രൈ ചെയ്യാൻ വേണ്ടി നോക്കുന്നതാണ്. പക്ഷേ എനിക്ക് അത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. ഇത് ഞാൻ ഓർഡർ ചെയ്ത നൂഡിൽസ് ആണ് കേട്ടോ. ഭയങ്കര ഓയിലിയാണ്. ഞാനത് ബാക്കി വെച്ചു. എനിക്ക് തീരെ ഇഷ്ടമായില്ല. ഞാനിതിന് ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ് കൊടുക്കുന്നത്. ഞാൻ കുറേ കാലത്തിന് ശേഷം നൂഡിൽസ് ആഗ്രഹിച്ച് മേടിച്ചതാണ്. അപ്പോൾ ഇവരെല്ലാവരും എന്നോട് പറഞ്ഞു ഇങ്ങനത്തെ കടകളിൽ നിന്ന് നൂഡിൽസ് മേടിക്കരുത്, അത് ഉണ്ടാക്കാൻ അറിയുന്ന ഒരു ടൈപ്പ് ഓഫ് സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ ഉള്ള സ്ഥലം നോക്കിയിട്ട് എൻ്റെ നൂഡിൽസ് മേടിക്കുന്നത് നല്ലത്. ഇവരെ കുറ്റം പറയണ്ട, ഇവർ നമ്മൾക്ക് ഇഷ്ടമാവുന്നൊരു ട്രഡീഷണൽ സ്റ്റൈലിൽ ഉണ്ടാക്കി തന്നതാണെന്ന് പറഞ്ഞു. ഞാൻ ആരും കുറ്റം പറഞ്ഞിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ഗോകുലും റോഷനും ഓർഡർ ചെയ്തത് പൊറാട്ടയാണ്. പൊറാട്ട ആൻഡ് ചില്ലി ചിക്കൻ, മുട്ടക്കറി. ഞാനത് ആസ്വദിച്ച് കഴിക്കുന്നത്. അവിടെയുള്ള ചേട്ടന്മാർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മളെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. സോ നമ്മളിത് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് സങ്കടമാവില്ലേ എന്ന് കരുതിയിട്ട് ഞാനത് എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം കഴിച്ചു. അഗ്നി ഓർഡർ ചെയ്തത് പുട്ട് ബീഫും ആയിരുന്നു. അത് അവർ മിക്സ് ചെയ്തിട്ട് തന്നെ തരും. അത് അവന് ഇഷ്ടപ്പെട്ടു. അവനത് ഇഷ്ടപ്പെട്ടവരാണ് ഡെയിലി നമുക്ക് ആ കട പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് വേറെ ആർക്കും ആ ഫുഡ് ഇഷ്ടമാവാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ പോയിട്ടില്ല.